എല്ലാവർക്കും ഒരു ഹായ് പോയി ഇന്നാണ് പോകുന്നത് ഡെയിലി ലൈഫ് ഓഫ് ദി ഇമ്മോർട്ടൽ കിങ് എന്ന ആനിമേ സീരീസിന്റെ സീസൺ 3 എപ്പിസോഡ് 2 ഓക്കെ. ഇപ്പോൾ എപ്പിസോഡിന്റെ ആദ്യം തന്നെ ഒരുപാട് തവള കുഞ്ഞുങ്ങൾ, അതിൽ ഒന്നിന്റെ ബർത്ത്ഡേ ആണ്. കേക്ക് എന്താ ആകാത്തെ, അതിൽ 15 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഹീറ്റ് ചെയ്താൽ മാത്രമേ ശരിയാകൂ. അത്ര നേരം അത് കൂടിപ്പോയാൽ അതുപോലെ കുറഞ്ഞു പോയാലും അത് പണി കിട്ടും. എല്ലാവരും ബർത്ത്ഡേ വിഷസ് പറയാണ്. അങ്ങനെ കേക്ക് എഗ്ഗ് അത് പൊട്ടി അതിൽ നിന്ന് കേക്ക് പുറത്തു വരികയാണ്. എല്ലാം തവള കുഞ്ഞുകൾ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറഞ്ഞ് പാടുകയാണ്. അവന് മനസ്സിലെ ഞാൻ യഥാർത്ഥ ഡീമൺ കിങ്ങായിട്ട് എല്ലാവരും പ്രൊട്ടക്ട് ചെയ്യും എന്ന് പറഞ്ഞ് തോതി അത് എറുഹന്റെ സ്വപ്നമായിരുന്നു. അവൻ സങ്കടം പോലെ ഫുഡ് കഴിച്ചത് കൊള്ളൂല കളഞ്ഞ്. ഇന്ന് അവന്റെ ബർത്ത്ഡേ ആണ് എന്ന് മെസ്സേജ് വന്ന് അങ്ങനെ വന്നിട്ട് അവന് ഫുഡ് അത് കൊടുക്കുമ്പോൾ നിനക്ക് പറയാനുള്ളത് പറ. അവനതിൻ്റെ ഈ ടീം റേസ് അതിനിടയിൽ നിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റിയില്ലല്ലേ? ഇല്ല, ഡീമൺ വേൾഡ് തന്നെ നീ ഇല്ലാതാക്കി. എൻ്റെ ബർത്ത്ഡേ നിനക്ക് എങ്ങനെ അറിയാം എന്ന് അവന് ഷോക്ക്. അത് ഇനി ക്ലാസ് റൂമിൽ ബർത്ത്ഡേ പ്ലാൻ നടക്കുവാണ്. ഡെക്കറേഷൻ എല്ലാം സെറ്റല്ലേ? സെറ്റ്. ഫുഡിൻ്റെ കാര്യമാ ഞാൻ നോക്കിക്കോളാം. പിന്നെ ബർത്ത്ഡേക്ക് അതെന്താ വാങ്ങലിങ്ങിന് എനിക്കറിയാം, അത് കസ്റ്റം ബെഗാണ്. അവൻ്റെ ടൗണിലുണ്ട്, ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോഴാണ് ഡോറ് തുറന്ന് ഇറക്കുക വരുന്നത്. നിങ്ങൾ എന്താ ചെയ്യുന്നേ എന്ന് പറഞ്ഞു വരുമ്പോൾ അതെല്ലാം ഒളിപ്പിക്കാനായിട്ട് നോക്കുകയാണ്. എന്നാൽ കാര്യം അവന് മനസ്സിലായി. അപ്പോൾ തന്നെ അവന് ഷവിയനെ കൊടുത്തിട്ട് ഇവനെ കൊണ്ടുപോയി വാക്കിങ്ങിന് പോകും. അല്ല ഞാനും എനിക്ക് എന്ന് പറയുമ്പോൾ തന്നെ അവളെ കൊണ്ട് അവൻ പോയി 2 മണിക്കൂർ കഴിഞ്ഞ് വന്നാൽ മതിയേ എന്ന് സൺഡ്രോന്ന്. എന്തത്ര ഹാപ്പി എന്ന് ഷവിയെ ചോദിക്കുമ്പോൾ എനിക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ അവിടെ ചാടുവാണ്. അത് കഴിഞ്ഞ് ഡെക്കറേഷൻ എല്ലാം ചെയ്യാനായിട്ട് തുടങ്ങി. അതവിടെ നടക്കുമ്പോൾ ഹാവ് ഫുഡിന്റെ എല്ലാ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യാനായിട്ട് തുടങ്ങി. വാങ്ങലിങ് അവന്റെ വീട്ടിൽ ഒരു ഭാഗത്തോടി ഒരു പോർട്ടൽ ഉണ്ടാക്കി ആ പ്ലേസിലേക്ക് എത്തി. മാപ്പുണ്ട്, അതിന് നോക്കിയാണ് പോകുന്നത്. ജിങ് ചെയ്തുമ്പോൾ ബർത്ത്ഡേ കേക്ക് ഇതോ അവിടെ ഉണ്ട്. അവൻ ചെന്നിട്ട് ഒന്ന് കണ്ട് ഇത് തന്നെ എടുക്കുമ്പോഴാണ് എന്തോ പിറകെ കൂടി അറ്റാക്ക് വരുന്നത്. പിന്നെ നോക്കുമ്പോൾ ആ എഗ്ഗ് ഹാവോന്റെ അടുത്ത് ഇത് ചെയ്താണല്ലേ എന്നാ നിനക്കെന്താ പറ്റി? ഒന്നുമില്ല, ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പോയി. അതിനുശേഷം ഷവിയ എർഹ അവിടെ ഇരിക്കുമ്പോഴാണ് ടീച്ചർ ഷാങ് വരുന്നത്. കാര്യം എന്താണെന്ന് ഫോണ് മറന്നുപോയി. അത് പിൽസ് റിഫൈനിങ് റൂമിലാണ് ലാസ്റ്റ് പോയത്. അവിടെയാണ് അവിടെ കായിക്കും ഉണ്ടാകുക എന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുന്നു. അവളവിടെ വീട്ടിൽ പോകാനായിട്ട് പറയുകയാണ്. വൈകിട്ട് ഡീമൺസ് ഒക്കെ ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അവളാണ് എർഹയ്ക്ക് അവരുടെ പ്ലാനിങ്ങിൽ പിൽസ് റിഫൈനിങ് റൂം എന്നത് കണ്ടായിരുന്നു. അങ്ങോട്ട് പോയാൽ പണി കിട്ടും എന്ന് മനസ്സിലാക്കിയിട്ട് അതെങ്ങനെ തടയണം എന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുന്നത്. നീ എവിടെ പോകുന്നത്? എനിക്ക് ബാത്റൂമിൽ പോകണം. ശരിയെന്ന് പറഞ്ഞ് നോക്കുമ്പോഴേക്കും അവൻ പോയിരുന്നു. ടീച്ചർ ഷെയ്ന്ന് സ്കൂളിലെത്തി ഇങ്ങനെ തടയും എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ ആ റൂമിലേക്ക് പോവുകയാണ്. അവിടെ പൊട്ടിച്ച് പുറത്തു വന്നപ്പോൾ അവിടെ എഗ്ഗിരിക്കുന്നുണ്ട്. വാങ്ങലെങ്കിൽ ഇതന്നെ ഒപ്പിച്ചല്ലേ. പെട്ടെന്നൊന്ന് ഫോൺ അവിടെ തപ്പി അത് കണ്ടുപിടിക്കുമ്പോൾ ടീച്ചർ ഷെങ് വരുന്നത് മനസ്സിലാക്കി. ഓ നോ. ടീച്ചർ ഷെങ് കഥ തുറക്കുമ്പോൾ മുൻപിലായിട്ട് ഷൂയി. അല്ല എന്താണ് ഇവിടെ റൊമാൻറ്റിക് ആയിട്ട് നിൽക്കുവാണ്. ടീച്ചർ ഷെങ്ങിന് എന്തോ പോലെ ഫോൺ എടുക്കാൻ ഞാൻ വന്നതാ. അല്ല നിങ്ങൾ എന്താ ചെയ്യുന്നത്? ആ എഗ്ഗ് ഞാൻ ഒന്ന് കുക്ക് ചെയ്യുക. അതിലെ ഫ്ലെയിം കൂട്ടിവെച്ചിരിക്കുകയാണല്ലേ. അതെല്ലാം ബോറിങ് ടോൾക്ക്. ഡീമൺസിനെ കൊല്ലുന്ന ഹീറോ എന്നൊരു മൂവി ഉണ്ട്, അത് കാണാനാണോ? ഞാൻ ഓൾറെഡി 2 ഇന്ന് രാത്രിയിലേക്ക് ബുക്ക് ചെയ്തിരുന്നു എന്ന് അപ്പോൾ തന്നെ ചെയ്യുകയാണ്. കൂടി ഒരാളുടെ കുറവുണ്ടായിരുന്നു, നിങ്ങൾ വരില്ലേ? പിന്നെന്താ ഹാപ്പി ആയിട്ട് പോയി അവിടെ കിടന്ന് ചാടുവാണ്. എന്നാ സംഭവം അത് ഏറുകയായിരുന്നു. വാങ്ലിങ്ങിന്റെ സ്പിരിച്വൽ എനർജി അവൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ അവ റൂമൊക്കെ അതുപോലെ അക്കാഡമിയൊക്കെ ശരിയാക്കിയിരുന്നല്ലോ. അതിന് കുറച്ച് മാത്രം അവൻ്റെ എനർജി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ പറ്റി. എന്ന ടോട്ടലി കഴിഞ്ഞു. അവളാണ് പിന്നെ ആരോ വരുന്നത്. അത് ഹാവും ചെന്നുമായിരുന്നു. നീ അത് ഹീറ്റ് കൂട്ടിയിട്ടിട്ട് വന്നു, പേടിക്കണ്ട, ലോ ഹീറ്റിലാണ് ഇപ്പോൾ, കറക്റ്റ് ടൈം ആയിക്കണം. അവർ വന്നിട്ട് കൊണ്ടുപോയി ഇറങ്ങാൻ കണ്ടിട്ട് കുറേ അധികം ഹാപ്പിയായി. അവൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോകുന്നല്ലോ. എന്നാൽ കുറച്ച് കഴിയുമ്പോഴാണ് അവൻ്റെ അമ്മ പറഞ്ഞത് ഇത് ഹീറ്റ് കുറഞ്ഞു പോയാലും ടൈം കൂടി പോയാലും അത് പണി കിട്ടും. ഓർത്തിട്ട് അയ്യോ എന്ന് പറഞ്ഞിട്ട് പോകുന്നു. എന്നാൽ ഇതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ അവിടെ നടന്നിരുന്നു. അവർ എഗ്ഗൊക്കെ കൊണ്ടുവച്ച് എല്ലാം സെറ്റായി. അങ്ങനെ നിൽക്കണ ആ എഗ്ഗ് ബ്രേക്ക് ആവുന്നേ. ഒരു കേക്ക് ജീവനുള്ളത് പുറത്തുനിന്ന്. വാവ് എന്ത് ക്യൂട്ടല്ലേ എന്നൊക്കെ അവർ രണ്ടുപേരും. എന്നിട്ട് പയ്യെ ചെന്നിട്ട് മുഖത്തേക്ക് കയറി ഒറ്റയിടി. അവരെടുത്ത് മാറ്റാൻ നോക്കി. എന്നാ അവനതിൽ കൺട്രോളായി. എന്താ പറ്റിയ ഹാവോന് എറിഞ്ഞ് അവനെ കൺട്രോളായി. ഡ്രോങ്ങിനെ പിടിക്കാനായിട്ട് വരികയാണ്. അതവളുടെ സൗണ്ട് ഇട്ട് അവരുടെ ആൾക്കാരും അകത്തേക്ക് വന്നപ്പോഴേക്കും സൺഡ്രോങ്ങിനെയും അവളുടെ മുഖത്ത് അത് പറ്റിയിരുന്നു. ഇപ്പൊ അവരൊരു പപ്പറ്റിനെ പോലെ ആ ജീവികൾ നിയന്ത്രിക്കുന്ന രീതിയിലായി. പിന്നെ അങ്ങോട്ടൊരു യുദ്ധം തന്നെയായിരുന്നു പരസ്പരം. അങ്ങനെ അവസാനം ഞാൻ വന്നു എന്ന് പറഞ്ഞ് വാങ്ങലിങ് വരുമ്പോൾ കാണുന്നത് ഇത് അവന് നേരെ വന്ന ഹാവ് ചെന്നിനെ പരസ്പരം ഇടിച്ചിട്ട് ആക്കുള്ളവർ വന്നപ്പോൾ ടപ്പ് എന്ന് പറഞ്ഞ് അവരെ ഇട്ട്. അതിനുശേഷം സൺഡ്രോങ് വരുന്നത് അവളെ റൊമാൻറ്റിക് ആയിട്ട് പിടിച്ചിട്ട് അവളുടെ മുഖത്ത് നിന്ന് അത് മാറ്റി അവരുടെയൊക്കെ ബോധം പോയിരുന്നു. അപ്പോഴാണ് അവിടെ മെയിൻ ആയിട്ടുള്ള ഒരു കേക്ക് സോഡ് കൊണ്ടുവന്ന് ഇറങ്ങാൻ സമയത്ത് വന്നതും അത് പൊട്ടിച്ച് അവിടെ മുഴുവനും ഇല്ലാതായി, അലങ്കോലമായി. അവിടെ മുഴുവനും അങ്ങനെ ചെതറി പോവാണ്. ഇറക്കൊക്കെ കണ്ടിട്ട് ഒരുപാട് സങ്കടമായി. ജിങ് അവ എത്രമാത്രം കഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫ് എസൻസ് കൊടുത്ത് റിവേഴ്സ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് ചെയ്യാണ്. ഇതിൻ്റെ ഹാപ്പിനെസ്സിന് വേണ്ടി മാത്രമല്ല, ഈ ലോകത്ത് ഞാൻ ഒറ്റയ്ക്കല്ല എന്ന് കാണിക്കാൻ കൂടി എന്ന് പറഞ്ഞിട്ട് പഴയതുപോലെ ആക്കണം. അങ്ങനെ വൈകുന്നേരമായി ഇർഹ ഒരുപാടധികം തളർന്നുപോയി. കാരണം വാഗ്ലിങ്ങിൻ്റെ പവർ അല്ല ഇപ്പോൾ ഉപയോഗിച്ച്.
അവിടെ എന്താ എറുകയ്ക്ക് ഓൾറെഡി അറിയാലോ, പോയി നോക്കാം. ഡോർ തുറന്ന് ഹാപ്പി ബർത്ത്ഡേ ടു യു. അവന് ഹാപ്പി എന്നാ പറയുന്നതാകട്ടെ എറുകയ്ക്കല്ല, ഷബീനായിരുന്നു. അവള് സങ്കടത്തോടെ നേരെ വന്ന് കെട്ടിപ്പിടിക്കണം. എന്റെ ബർത്ത്ഡേ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അതൊക്കെ കിട്ടി. അപ്പോഴേക്കാ കേക്ക് പുറത്തു വന്നു. നോക്കുമ്പോൾ ഒരു കിട്ടില്ല കേക്ക് തന്നെ. നമുക്ക് കേക്ക് മുറിച്ചാലോ? അങ്ങനെ അവര് അവിടെ കേക്ക് മുറിക്കണം. എന്ന ഈ കൂട്ടത്തിൽ മാറി നിൽക്കുന്ന ഒരാളുണ്ടായിരുന്നു. അവന്റെ ബർത്ത്ഡേ ആണെന്ന് കരുതി അവനവിടെ ചമ്മിപ്പോയി. പാവം, അവനൊരു വിഷയം അറിയാം. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ അവിടെ വെച്ച് ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്താ കാണുക? അടുത്ത എപ്പിസോഡ് കണക്കെ ബൈ.